വളരെ ബഹുമാന്യനായ പരമേശ്വർജി, ഈ വിചാരവേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, വളരെ മനോഹരമായ രീതിയിലും മനസ്സിലാകുന്ന രീതിയിലും നമുക്ക് ആയുർവേദത്തിന്റെ പൈതൃകം മനസ്സിലാക്കി തരാൻ ശ്രമിച്ച വളരെ ബഹുമാന്യനായ ഡോക്ടർ വല്യപ്പൻ സാർ, എന്റെ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ എം ആർ വാസുദേവൻ നമ്പൂതിരി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങൾ, നമ്പൂരി സാറ് പറഞ്ഞതുപോലെ ഈ വേദി ജീവിതത്തിൽ വീണ് കിട്ടിയ ഒരു ഭാഗ്യമായി ഞാൻ എടുക്കുന്നു. കാരണം ഈ വേദിയിൽ ഇരിക്കാൻ ഒന്നുകൊണ്ടും യോഗ്യനായ ഒരാളല്ല ഞാൻ. ആയുർവേദ ശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യം മാത്രമേ ഉള്ളൂ ഇതിവിടെ ഇരിക്കാനുള്ള യോഗ്യതയായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഇവിടെ നമ്പൂരി സാർ പറഞ്ഞതുപോലെ നമുക്ക് ശാസ്ത്രം വീണ്ടും വീണ്ടും പഠിക്കുകയും പഠിപ്പിക്കുകയും ഇത്തരത്തിലുള്ള മനോഹരങ്ങളായിട്ടുള്ള സത്സംഗങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ആ തരത്തിൽ സാമാന്യ ജനത്തിന് ഗുണകരമാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഒരു ശാസ്ത്രം അംഗീകരിക്കപ്പെടുന്നത്. ഒരു ശാസ്ത്രം അംഗീകരിക്കപ്പെടുന്നത് എല്ലാ സമൂഹത്തിലെ എല്ലാ ജനങ്ങളും അതിന്റെ പ്രയോക്താക്കൾ ആകുമ്പോഴാണ്. ഇവിടെ വിചാരവേദി ഇന്നിവിടെ തുടങ്ങി വെച്ച ആദ്യത്തെ ഡിസ്കഷൻ തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ ഊന്നിയ ഡിസ്കഷൻ. ഇനി അങ്ങോട്ട് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ APJ അബ്ദുൽ കലാം സാർ തുടങ്ങി വളരെ പ്രഗത്ഭമതികളായ ആൾക്കാർ ഈ സത്സംഗങ്ങളിൽ വന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ട് നമ്മുടെ പൈതൃകമായി നമുക്ക് ലഭിച്ച നമ്മുടെ സംസ്കാരം എന്താണെന്ന് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഈ വിചാരവേദിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഭാരതീയ വിചാരകേന്ദ്രം നടത്തുന്ന ഈ പ്രവർത്തനം തികച്ചും ശ്ലാഘനീയമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞത് ഭാഗ്യമായി കണക്കാക്കുന്നു. സമയമില്ല, ഒരുപാട് സംസാരിക്കുന്നുണ്ട്, സമയമില്ല, സമയക്കുറവ് കാരണം നിർത്തുന്നു. ഈ വേദിയിൽ ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞ ഭാഗ്യത്തിന് ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എല്ലാ ഭാവുകങ്ങളും വിചാരവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരുന്നു. നന്ദി. ശ്രീ MS വലിയപ്പൻ സാറിനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനും സമ്മാനിക്കുന്നതിനായിട്ട് മാന്യ പരമേശ്വർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപസംഹാരം നിർവഹിക്കുന്നതിനായി മാന്യ പരമേശ്വർജി. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ MS വലിയപ്പൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. സമയത്തിന്റെ കർക്കശമായ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കഴിഞ്ഞ 4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ചിന്മയാമിഷന്റെ ജ്ഞാനയജ്ഞം അത് കൃത്യം 6:30 മണിക്ക് ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ പറയുകയാണ്. ഇതിനേക്കാൾ ധന്യമായ ഒരു ഉദ്ഘാടന കർമ്മം വിചാരവേദിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാനില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയം ആയിരുന്നു ഈ പരിപാടി. അതിന്റെ പ്രധാന കാരണം ഇന്നത്തെ ഉദ്ഘാടകന്റെയും വിശിഷ്ട അതിഥിയുടെയും മറ്റ് അതിഥികളുടെയും സാന്നിധ്യമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഈ സമീപകാലത്തെ ഏറ്റവും വലിയ സിനിമാ സംവിധായകനും അതുപോലെ തന്നെ ഹിഷഗ്വരനും രണ്ടുപേരും പങ്കെടുത്ത, രണ്ടുപേരും ആശംസകൾ അർപ്പിച്ച ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് പ്രാചീന ശാസ്ത്ര പാരമ്പര്യത്തെ വിശദമായി, വിദഗ്ധമായി, സമർത്ഥമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച നമ്മുടെ ഡോക്ടർ MS വലിയപ്പൻ, അതുപോലെ നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിലപിടിച്ച ആചാര അനുഷ്ഠാനങ്ങളെയും ജീവിതത്തിൽ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി നമ്മെ മനോഹരമായി
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉദ്ബോധിപ്പിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ഇവരുടെ എല്ലാ സാന്നിധ്യം പുറമെ ആയുർവേദ എഡ്യൂക്കേഷൻ ഡയറക്ടർ വസ്തുതകളിലുപരി, അതുപോലെ തന്നെ ഡോക്ടർ ഹരീന്ദ്രനാഥ്, ഇവരുടെ സാന്നിധ്യം, ഇതെല്ലാം കൊണ്ട് ഇത്രയും പ്രൗഢഗംഭീരമായൊരു സദസ്സ്, ഇത്രയും മനോഹരമായ, ഇത്രയും നമുക്ക് അനുഭവം പകർന്നു തരുന്ന പ്രഭാഷണങ്ങളും നടത്തിയ ഈ ആളുകൾക്ക് എല്ലാവർക്കും വിചാരകേന്ദ്രത്തിന്റെയും വിചാരവേദിയുടെയും ഹൃദയംഗമായ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.